നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ വാർത്തയേക്കുന്ന ന്യൂസാണ് ആദ്യം തന്നെ പറയാൻ പോകുന്നത്. ഇന്നലെ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല വിദേശ താരങ്ങളെയും ഇന്ത്യൻ താരങ്ങളെയും എല്ലാം ഒഴിവാക്കിയ വിവരം ഒഫീഷ്യലായിട്ട് തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ വാർത്ത നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിമിട്രിയോസ് ഡെമൻറ്റോക്കോസ്, അതേപോലെ തന്നെ കരംജിത്ത്, അതേപോലെ തന്നെ അവരുടെ അസിസ്റ്റൻറ്റ് കോച്ചിനെ എല്ലാം പുറത്താക്കിയ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അവർ മറ്റൊരു താരത്തിനെയും കൂടെ പുറത്താക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ ഗോൾ കീപ്പറായ ലാറ ശർമ്മേനെ പുറത്താക്കിയ വിവരം ഇന്നലെ രാത്രി അവർ ഒഫീഷ്യലായിട്ട് വീണ്ടും പുറത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പുതിയ ഗോൾ കീപ്പറുകളെല്ലാം ഇനി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്തതായിട്ട് പറയാനുള്ളത്, കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു വിദേശ സൈനിങ് നടത്തിയതായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും വമ്പൻ വിദേശ സൈനിങ് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ഹെഡ് കോച്ച് ഒരു സ്വീഡിഷ് കോച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോച്ച് ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്ന സ്വീഡിഷ് താരത്തിനെയാണ്. സ്വീഡിഷ് മാധ്യമങ്ങളിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു അപ്ഡേറ്റാണ്, സ്വീഡിഷ് പ്ലെയറായ മാഗ്നസ് എറിക്സൺ എന്ന് പറയുന്ന താരത്തിന് ഇന്ത്യൻ ക്ലബിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ഓഫർ നൽകിയിരിക്കുന്നതെന്നും താരത്തിനുമായിട്ട് മറ്റൊരു ക്ലബ്ബ് ഇതുവരെയായിട്ടും ചെന്നിട്ടില്ല എന്നുമാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്യുമെന്ന് കരുതുന്നു.